ഉണ്ടെങ്കിൽ അതിപ്പോ വ്യവസായ രംഗത്തെ കുതിപ്പായാലും മറ്റെന്ത് ആയാലും അതിൽ അഭിമാനിക്കുക മലയാളികളാകിയാണ് അല്ലേ? അങ്ങനല്ലേ? നിങ്ങളും ഞാനും ലോകത്തെവിടെയുള്ള മലയാളികൾ അഭിമാനിക്കും. എന്നാൽ കേരളത്തെക്കുറിച്ചുള്ള ഒരു വസ്തുത പറഞ്ഞാൽ ഒരു MP പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ വരിക. എന്തൊരു സൈബർ അക്രമമാണ്. ഇന്നിപ്പോ ഒരു ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ തന്നെ ഭീകരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വീക്ഷണം ദിനപത്രത്തിന്റെ. എവിടേക്ക് നമ്മളെ നാട് പോകുന്നത്? കേരളത്തെക്കുറിച്ചൊരു വസ്തുത, കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് എന്തോ നിരോധിക്കപ്പെട്ട സംഭവം പറയുന്നത് പോലെയാണ്. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നതിനെ വിലക്ക് ഏർപ്പെടുത്തിയ ഒരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയോ? നമ്മൾ പരിശോധിക്കണ്ടേ? കേരള വിരുദ്ധ കോൺഗ്രസായി കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയോ? കേരളം മതസൗഹാർദ്ദത്തിന്റെ നാടാണ്. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? അത് ഞാനോ നിങ്ങളോ പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു തെറ്റാണോ? കേരളത്തിൽ സേവന മേഖലകളിൽ വലിയ കുതിപ്പുണ്ട്. സർക്കാർ സ്കൂളുകളിൽ കൂടുതൽ കുട്ടികൾ വരുന്നു. ഹൈടെക് ക്ലാസ് മുറികളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത പ്രത്യേകതയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, ധർമാശുപത്രികൾ, അവിടെ നല്ല സജ്ജീകരണങ്ങളുണ്ട്. ഇത് പറയുന്ന ഒരു വസ്തുതയല്ലേ? കേരളത്തിൽ വ്യവസായ കുതിപ്പുണ്ടായിട്ടുണ്ട്. ഇത് പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? അത് പറയുമ്പോൾ അത് മിണ്ടരുത്, അത് വിലക്കാണ് എന്ന് പറയുന്ന കേരള വിരുദ്ധ പാർട്ടിയായി ഒരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള ഘടകം മാറിയോ? ഇത് വളരെ ഗൗരവത്തിൽ മലയാളികളാകെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവർ പോലും ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കും.